നമസ്കാരം. ജെസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവചനങ്ങൾ തന്നെ പ്രയാസമാണ് ഇത്തവണ പത്തനംതിട്ടയിൽ. ആര് ജയിക്കും എന്നത് മാത്രമല്ല, ആരാണ് രണ്ടാം സ്ഥാനത്തെത്തുക പത്തനംതിട്ടയിൽ എന്നുള്ളതുകൂടി രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിയായി വീണ ജോർജും UDFന്റെ സ്ഥാനാർത്ഥിയായി ആന്റോ ആന്റണി, നിലവിൽ അദ്ദേഹം തന്നെയാണ് MP, BJPയുടെ NDA സ്ഥാനാർത്ഥിയായി K സുരേന്ദ്രനുമാണ് പത്തനംതിട്ടയിൽ നിന്നും ജനവിധി തേടുന്നത്. ശക്തമായ ത്രികോണ മത്സരം പത്തനംതിട്ടയിൽ നടക്കുന്നു എന്നു തന്നെയാണ് വിലയിരുത്തുന്നത്. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആര് ജയിച്ചാലും അത് നേരിയ ഭൂരിപക്ഷത്തിനാകും എന്നുള്ളതാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ LDF നിർത്തിയത് വീണ ജോർജിനെ. നിലവിൽ ആറന്മുള MLA ആണ് വീണ ജോർജ്. ആറന്മുളയിൽ അട്ടിമറി നേട്ടത്തോടെ LDFന് വിജയം സമ്മാനിച്ച വീണ ജോർജിനെ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം അവിടെ ആലോചിച്ചിട്ടുകൂടിയില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇത്തവണയും പത്തനംതിട്ടയിൽ നിന്നും ഒരു അട്ടിമറി ജയത്തോടെ വീണ ജോർജ് ലോക്സഭയിലെത്തുമെന്ന് LDF കണക്കുകൂട്ടുന്നു. ആന്റോ ആന്റണി MP പത്തനംതിട്ടയിൽ പല വിഷയങ്ങൾ, അതായത് ശബരിമല വിഷയം ഉൾപ്പെടെ പ്രളയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തോതിൽ പ്രചരണ വിഷയമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ തന്നെയാണ് UDFന്റെ പ്രധാന പ്രചരണ ആയുധം. മാത്രമല്ല, രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ ഒരു UDF തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്ന് UDF വിശ്വസിക്കുന്നു. രാഹുൽ തരംഗം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മിക്ക മണ്ഡലങ്ങളിലും UDFന് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നും ഇത്തവണയും ആന്റോ ആന്റണി ജയിച്ചു കയറും എന്ന് തന്നെയാണ് UDF ക്യാമ്പ് വിശ്വസിക്കുന്നത്. 2009 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷം നേടിയാണ് ആന്റോ ആന്റണി ലോക്സഭയിൽ എത്തിയത്. 2014 പത്തനംതിട്ട മണ്ഡലം ആന്റോ ആന്റണിയെ കൈവിട്ടില്ല. 2019 അത് ആവർത്തിക്കും എന്ന് തന്നെയാണ് UDF ക്യാമ്പുകളിലെ പ്രതീക്ഷ. ശബരിമല വിഷയം, അത് നിഷ്പക്ഷരായ ഒരു കൂട്ടം വോട്ടർമാരുണ്ട്. അവിടെ ആ വോട്ടുകൾ എങ്ങോട്ട് മറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സമുദായ സംഘടനകളായിരിക്കും പത്തനംതിട്ടയിലെ സമവാക്യം തീരുമാനിക്കുക എന്നാണ് വിലയിരുത്തുന്നത്. ആർക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യേണ്ട എന്നുള്ളത് സമുദായത്തിൽ അധിഷ്ഠിതമായി നിലനിൽക്കും എന്നാണ് വിലയിരുത്തുന്നത്. BJPയിൽ നിന്നും K സുരേന്ദ്രൻ പത്തനംതിട്ടയ്ക്ക് വേണ്ടി BJPയിലെ പ്രമുഖരെല്ലാം ആഞ്ഞു പിടിച്ചിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒടുവിൽ പത്തനംതിട്ടയിൽ K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ് പത്തനംതിട്ടക്കാർ K സുരേന്ദ്രനെ സ്വീകരിച്ചത് എന്നാണ് BJPയുടെ വാദം. ശബരിമല വിഷയം, അതായത് അമ്പലത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുത് എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശക്തമായ താക്കീതുണ്ടെങ്കിൽ പോലും ശബരിമല വിഷയം തന്നെയാണ് പത്തനംതിട്ടയിൽ BJP ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധം. പ്രളയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പ്രചരണ വിഷയത്തിലേക്ക് വരുന്നു. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമല്ല പത്തനംതിട്ട. K സുരേന്ദ്രൻ കൂടി അവിടേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് എത്തിയതോടെ ശക്തമായ ഒരു ത്രികോണ മത്സരം പത്തനംതിട്ടയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് ജയിക്കാനുള്ള വോട്ടായി മാറാനുള്ള സാധ്യത കുറവാണ്. ആന്റോ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ ചിതറിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കാലാകാലങ്ങളായി പാരമ്പര്യമായിട്ട് UDFന് വോട്ട് ചെയ്തിരുന്നവർ ഒരു പക്ഷെ മറിച്ച് ചിന്തിക്കാനുള്ള ഒരു നേരിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആന്റോ ആന്റണിക്കുള്ള വോട്ട് വിഹിതം കുറയുമോ എന്നുള്ളതുകൂടി അവർക്കിടയിലുള്ളൊരു ആശങ്കയായിട്ട് പറയപ്പെടുന്നു. പക്ഷേ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ പ്രളയാനന്തര പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി ഭവിക്കും എന്നാണ് വിലയിരുത്തുന്നത്. വീണ ജോർജ് ഒരു വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ കൂടി പത്തനംതിട്ടയിൽ നിന്നും ജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയാണ് ജെസി ടോക്സ് വിലയിരുത്തുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങൾ, അതായത് കോട്ടയം ജില്ലയിൽ ഉൾപ്പെട്ട കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട. ഇപ്പോൾ ഇത്തവണ പൂഞ്ഞാറിൽ നിന്നും പൂഞ്ഞാർ MLA ആയ PC ജോർജ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കമൻറ്റ് കൂടി ഉണ്ടായിരുന്നു. കാരണം വീണ ജോർജ്, അതായത് വീണ ജോർജ് എന്തിനാണ് വീഴാത്ത ജോർജ് ഉള്ളപ്പോൾ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തവണ പരസ്യമായിട്ട് BJPക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വോട്ട് ഉയർച്ച സുരേന്ദ്രന് ഇക്കാര്യത്തിൽ, അതായത് PC ജോർജിൻ്റെ കൂടെ പിന്തുണ കിട്ടിയതോടെ വോട്ട് ഭേദത്തിൽ ഒരു വർധനവ് BJP എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ജയത്തിലേക്ക് മാറാനുള്ളൊരു സാധ്യത വിരളമാണെന്നാണ് ജെസി ടോക്സ് വിലയിരുത്തുന്നത്. ഇത്തവണ എന്തായാലും ജെസി ടോക്സ് വിലയിരുത്തുന്നത് വീണ ജോർജ് തന്നെ പത്തനംതിട്ടയിൽ നിന്നും ജയിച്ചു കയറും എന്നുള്ളതാണ്. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്ദ സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജെസി ടോക്സ്.